بسم الله الرحمن الرحيم محمد وعلى آل محمد كما صليت على إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 531 റഹ്മാൻ ഒരിക്കൽ എടുത്തു പോയതാണ്. അപ്പൊ ഇനി എന്താ ചെയ്യാ? മുജാദല തുടങ്ങണോ? ഇതിലിപ്പോ അങ്ങനെ സംഭവം ഉണ്ട്. റഹ്മാൻ എടുത്തെന്നുള്ള ആൾക്കാരെ ഇവിടെ എത്ര ആളുണ്ട്? സൂറത്തു റഹ്മാൻ നമ്മളിവിടെ ഒന്ന് പറഞ്ഞു പോയതാണ്. വേണോ ഒന്നുകൂടി? ആ കഴിഞ്ഞു പോയതാ. അതും സൂറത്തുൽ വാക്കിയ, അതിന് ശേഷമുള്ള വാക്കിയ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞു പോയത്, തുടർച്ചയായി എടുത്തു വരുന്നതിന് മുമ്പ് പറഞ്ഞു പോയതാണ്. ഹദീദും എടുത്തു പോയതാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് പറയും. നമ്മളെ ക്ലാസ് ഏത് വേണം തീരുമാനിക്കൽ നിങ്ങളാണ്. പിന്നെ കേട്ട തന്നെ കേൾക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരു മടുപ്പ് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ കൂടുതൽ ആളുകളും കേട്ടിട്ടില്ല, അത് പഠിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും ഉണ്ട്. അരീഫക, കൂടുതൽ ആളുകളും അന്ന് ക്ലാസ്സിലുള്ളവരല്ല. അപ്പൊ നമ്മൾ റഹ്മാൻ തന്നെ തുടങ്ങാം അല്ലേ? ഇൻഷാ അല്ലാഹ്. ഹുസൈഖാന്റെ മുഖത്തൊരു സമാധാനമില്ല, സങ്കടം ഒഴിവാക്കി പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. എന്നാ റഹ്മാൻ അല്ലേ? ആ പേജാണ് പൂർണ്ണമായിട്ട് ഓതാം. തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان. ഇതൊന്ന് കാണാതെ പഠിക്കാനുള്ളൊരു ചാലഞ്ചൊക്കെ അന്നുണ്ടായിരുന്നു അല്ലേ? കാണാതെ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സൂറത്തുകളിൽ ഒന്ന് ഇതാണ്. ഒരു വലിയ സൂറത്ത് പഠിച്ചു എന്ന ഒരു അഭിമാന ബോധം ഉണ്ടാവും. എന്നാൽ കുറച്ച് പഠിച്ചാൽ മതി. സൗണ്ട് കുറവാ കൂടുതലോ? കുറവാ. ശരി. അപ്പോഴോ? അപ്പൊ തീരെ പോയോ? ഇപ്പോഴോ? ഓക്കെ. അപ്പൊ ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഇതിൽ 78 ആയത്തുകളാണുള്ളത്. അതിൽ 31 ആയത്തും ഒന്നാണ്. അപ്പൊ ഇതില് 47 ആയത്ത് കാണാതെ പഠിച്ചാൽ ഒരു സൂറത്ത് മുഴുവനും പഠിക്കാം എന്ന ഒരു ഓഫറുണ്ട്. അതിൽ ആദ്യത്തെ 10-12 ആയത്ത് വളരെ ചെറിയ ആയത്തുകളാണ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? വയസ്സാം കാലത്ത് പോകുമ്പോൾ നമുക്ക് അതുവഴി കൊണ്ടുപോകാൻ അല്ലേ?
ഒന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം, ഖുർആനിലെ ചില സൂറത്തുകൾക്ക് പ്രത്യേകമായ പേരുകളുണ്ട്. യാസീൻ ഖൽബുൽ ഖുർആൻ എന്നാണല്ലോ, അല്ലേ? ഈ സൂറത്തിന്റെ പേര് അറൂസുൽ ഖുർആൻ, ഖുർആനിലെ മണവാളൻ എന്നാണ്. 113 കൂട്ടുകാർക്കിടയിൽ ഒരു പുതിയാപ്പള നിൽക്കുന്നു എന്നർത്ഥം, അല്ലേ? ഒരു സദസ്സിലേക്ക് കയറി വരുന്ന ഒരു മണവാളൻ, പുതിയാപ്പള കയറി വരുമ്പോൾ പുതിയാപ്പളക്ക് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. കാണാൻ എത്രമാത്രം ചുങ്കനാകാൻ പറ്റുമോ അത്രയും ചുങ്കനായിട്ടുണ്ടാവും. എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും ഉണ്ടാകും. ഈ സൂറത്ത് അങ്ങനെ ഒരു സൂറത്താണ്. ഏറ്റവും മനോഹരമായി ഓതാൻ കഴിയുന്ന, നമുക്ക് ഓതാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും സുന്ദരമായ രൂപം ഏതാണോ അത്രയും സുന്ദരമായി നമുക്ക് ഓതാൻ കഴിയും. സൂറത്തുർ റഹ്മാൻ മദീനയിൽ അവതരിച്ചതാണ്. അപ്പൊ ഇതാണ് ആദ്യം പറയാനുള്ളത്. എന്താണ്? ഇന്ന് മദീനയിൽ അവതരിച്ച സൂറത്താണ്. പിന്നെ ഖുർആനിലെ മണവാളനാണ്. ഒരാൾക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നതിൽ ഏറ്റവും മനോഹരമായി ഓതാൻ കഴിയുന്ന സൂറത്താണ്. 78 ആയത്തുകളിൽ 31 ആയത്തും ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന ഒറ്റ ആയത്താണ്, അല്ലേ? ശരി, ഇനി അള്ളാഹു പറയാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ റഹ്മാൻ എന്നാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതൊരു നല്ല കാര്യമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അറിയാതെ വരുന്ന ഒരു വാക്ക് ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലേ? അപ്പോ എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ മഹത്തായ കൃപയും കാരുണ്യവുമാണ് ഈ നന്മ ചെയ്യാൻ എനിക്ക് തുണയായത്. അതിനാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ആരംഭിക്കുന്നത്. എങ്ങനത്തെ അള്ളാഹുവാണ്? റഹ്മാനായ റഹീമായ അള്ളാഹു എന്നാണ്. റഹ്മാനായ റഹീമായ എന്നല്ല, റഹ്മാനായ റഹീമായ. ബിസ്മില്ലാഹിർ റഹ്മാനിർ എന്നാ പറയാം. അപ്പൊ അർ-റഹ്മാൻ അല്ല, എന്താണ്? അർ-റഹ്മാൻ എന്നോട് പറഞ്ഞ കളി. അർ-റഹ്മാൻ എങ്ങനെ കടന്നിട്ടൊന്നും ഇങ്ങോട്ട് ഉരുളണം. മലയാളത്തിൽ റുവ എന്ന് പറയില്ല, റുവ അതിന്റെ സംഗതി അർവ എന്ന് പറയും. അർ-റഹ്മാൻ. റഹ്മാൻ എന്നത് അള്ളാഹു എന്നത് കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമമാണ്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞപ്പോ കൂടെ ചേർത്ത് അർ-റഹ്മാൻ എന്ന് പറഞ്ഞു. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാൻ ഖുൽ ഇദ്ഉല്ലാഹ അവ ഇദ്ഉർ റഹ്മാൻ. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പേര് ആണ് റഹ്മാൻ. റഹ്മാൻ എന്നത് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ നന്മകളുടെയും കാരണക്കാരനായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സൂര്യൻ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ പ്രപഞ്ചത്തിന് ചൂടും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്നത്, സൂര്യന്റെ തീക്ഷ്ണമായ ചൂടിനെ, വെളിച്ചത്തെ സ്വയം സ്വാംശീകരിച്ച് സൂര്യൻ മറഞ്ഞു പോയാൽ ഭൂമിയിലേക്ക് തന്ന് മനുഷ്യന് കാഴ്ചയുണ്ടാക്കുന്ന ചന്ദ്രന്റെ പ്രവർത്തനവും അതിൽ തന്നെയാണ്. മനുഷ്യന് സന്തോഷമുണ്ടാക്കാൻ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതും ആ റഹ്മത്തിന്റെ ഭാഗമാണ്. വായുമണ്ഡലത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ആ റഹ്മത്തിന്റെ ഭാഗമാണ്. ഭൂമിയിൽ നടക്കുന്ന സർവകൃപയും കാരുണ്യവും നന്മയും ദയാവായ്പും വാത്സല്യവും ആദര ബഹുമാനങ്ങളും എല്ലാം
റഹ്മത്തിന്റെ ഭാഗമാണ്. അള്ളാഹു റഹ്മാനാണ് എന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന സംഗതിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ സിഫത്തിനെ, റഹ്മത്ത് എന്ന അള്ളാഹുവിന്റെ ഈ സിഫത്തിനെ, ആ റഹ്മത്ത് ഉൾക്കൊള്ളുന്നവൻ എന്ന അർത്ഥത്തിലുള്ള റഹ്മാൻ എന്ന ആ ഇസ്മിനെ കൃത്യമായി ഉൾക്കൊള്ളാത്തവരാണ് ശിർക്കിലേക്ക് എക്കാലവും വഴിമാറിയിട്ടുള്ളത് എന്നാണ്. അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്ന സംഗതിയാണ്. وَإِذَا قِيلَ لَهُمُ اسْجُدُوا لِلرَّحْمَنِ قَالُوا وَمَا الرَّحْمَنُ أَنَسْجُدُ لِمَا تَأْمُرُنَا وَزَادَهُمْ نُفُورًا എന്ന് ഖുർആൻ പറയും സൂറത്തുൽ ഫുർഖാൻ. റഹ്മാനായ അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ എന്ന് മക്കാ മുശ്രിക്കുകളോട് പറഞ്ഞാൽ അവർ എന്ത് റഹ്മാൻ, അങ്ങനെ ഒരു പേരുള്ള ഇലാഹിനെ ഞങ്ങൾക്കറിയില്ല എന്ന് പറയും എന്നാണ്. വമർ റഹ്മാൻ എന്നവർ പറയും. അതെന്തുകൊണ്ടാന്നുള്ള ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വിശദീകരിച്ച് മഹാപണ്ഡിതന്മാരായ മുഫസ്സിറുകൾ അഖിലവും പറഞ്ഞത്, അല്ലാഹു റഹ്മാനാണ് എങ്കിൽ അവൻ അടിമകളോട് കൃപയുള്ളവനാണ്, ദയയുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. അടിമകൾക്ക് എന്ത് സഹായവും ചെയ്യാൻ അള്ളാഹു സദാ സന്നദ്ധനാണ്. ആ സിഫത്ത് അവനിൽ കുടികൊള്ളുന്നു എന്ന് വിശ്വസിച്ചാൽ പിന്നീട് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരാളുടെ ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് അണയാൻ ആർക്കും ഒരു ഇടയാളന്റെ ആവശ്യമില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റാത്ത ഒരു കാര്യവും പിന്നീട് അടിമകൾക്ക് ഒരാൾക്കുമില്ല എന്നൊരാൾക്ക് മനസ്സിലായാൽ അയാളുടെ മനസ്സിൽ നിന്ന് ആദ്യം ഒഴിഞ്ഞു പോവുക ശിർക്കുമായി ബന്ധപ്പെട്ട ആരാധനകളും വിശ്വാസങ്ങളും ഒക്കെയാണ്. അയാളുടെ മനസ്സിൽ നിന്ന് ആദ്യം ഒഴിഞ്ഞു പോവുക പിന്നെന്തിനാ വേറെ ഒരാളെന്നാണ് അല്ലേ? എക്കാലവും മുശ്രിക്കുകൾക്ക് പറയാനുണ്ടായിരുന്ന ന്യായം എന്താ? ഹാഉലായി ശുഫഅഉനാ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാനെ സോപ്പിടാൻ കഴിയുന്ന ആരെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇബാദത്തെടുക്കുന്നതും ഇവർക്കൊക്കെ ഞങ്ങൾ നേർച്ച വഴിപാടുകൾ നടത്തുന്നതും. റഹ്മാനാണ് അള്ളാഹു എന്ന് പറഞ്ഞാലോ പിന്നെ അവര് പോയി എന്നാണ് സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്തിലുള്ളത്. ഞങ്ങളിവരെ ആരാധിക്കുന്നത് ഇവർ സ്വയം പര്യാപ്തരായ ദൈവങ്ങളാണ്, ഇലാഹുകളാണ് എന്നൊന്നും വിചാരിച്ചല്ല. പിന്നെയോ അള്ളാന്റെ അടുത്ത് അണയാൻ, അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു അടുപ്പം കിട്ടാൻ ഇവർ വിചാരിച്ചാൽ നടക്കും എന്നതുകൊണ്ടാണ്. ആ വിശ്വാസത്തിന്റെ കടക്കൽ കോടാലി വെക്കുന്ന ഇസ്മാണേത് റഹ്മാൻ. എൻ്റെ ഉമ്മയുടെ അരികിലേക്ക്, അള്ളാഹ് ഉദാഹരണം പറയാൻ പാടില്ല, എൻ്റെ ഉമ്മയുടെ അരികിലേക്ക് എനിക്ക് വേറെ ഒരാളുടെ സപ്പോർട്ട് വേണം, എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടല്ലോ. എൻ്റെ ഉപ്പാൻ്റെ അരികിലേക്ക് എനിക്ക് അങ്ങനെ ഒരു കാര്യം വേണം, അപ്പോൾ എൻ്റെ വേറൊരാൾ വേണം, എൻ്റെ കാര്യം പറയാൻ വേണ്ടല്ലോ. എന്താ, അവർ രണ്ടാളും ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള മക്കൾക്ക് വേണ്ടിയാണ് എന്നറിയാവുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ സാമീപ്യം ആവശ്യമില്ല അവരിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അല്ലേ? അവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ അറ്റമില്ലാത്ത കാരുണ്യത്തിന്റെ കേന്ദ്രമാകും. അടിമകളുടെ ഏതാവശ്യവും പൂർത്തീകരിച്ചു കൊടുക്കാൻ അള്ളാഹു സദാസമയവും സന്നദ്ധനാകുന്നു.
വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അല്ലേ? നിങ്ങളുടെ റബ്ബിതാ പ്രഖ്യാപിക്കുന്നു, എന്നെ വിളിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഉത്തരം നൽകാം. കാരണം ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എൻ്റെ അടിയാറുകൾ ഞാൻ എത്തരക്കാരനാണ്, എവിടെയാണെന്ന് ചോദിച്ചാൽ അവരോട് പറയുക, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട്. എത്ര തൊട്ടടുത്തുണ്ട്? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവരുടെ കണ്ടനാടിയേക്കാൾ അടുത്തുണ്ട് ഞാൻ. എന്നിട്ടോ ആയത്തുകൾ മാറി മറിച്ചിങ്ങനെ വരാട്ടോ, ഒക്കെ കൂടെ ഒരായത്താന്ന് നോക്കണ്ട, അല്ലേ? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നത് 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിന്റെ 60-ാമത്തെ ആയത്ത്. എന്തുകൊണ്ടെന്നതിന് ഉത്തരമായി അള്ളാഹു പറയുന്നത് സൂറത്ത് അൽ ബഖറയിൽ എന്താണ്? ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും. എത്ര തൊട്ടടുത്തുണ്ട് എന്നതിന്റെ ഉത്തരം സൂറത്ത് ഖാഫാണ്, അല്ലേ? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ഞാൻ അവരുടെ കണ്ടനാടി ജീവനാടിയേക്കാൾ കൂടുതൽ അടുത്തുണ്ട്. ജീവനാടിയേക്കാൾ നമ്മുടെ അരികിലുള്ള, നമ്മളുടെ സർവകാര്യങ്ങളും അറിയുന്ന ലത്തീഫ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ലത്തീഫ് വരാനിരിക്കുന്ന കാലത്ത്, ദിവസങ്ങളിൽ, നിമിഷങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ മുൻകൂട്ടി കണ്ട് അത് നമുക്ക് ഒരുക്കി തരാനുള്ള അറിവും സന്നദ്ധതയും സന്മനസ്സുമുള്ള ആൾക്കാണെന്ന് പറയാ ലത്തീഫ് എന്ന് പറയാം. കൂടിയിട്ടില്ലേ? അങ്ങേയറ്റത്തെ ലോലതയുണ്ടാകും, മയമുണ്ടാകും, പെരുമാറ്റത്തിൽ മാർദ്ദവമുണ്ടാകും, അങ്ങേയറ്റത്തെ കൃപയുണ്ടാകും, കാരുണ്യമുണ്ടാകും. എന്നതിനപ്പുറം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മുൻകൂട്ടി കണ്ട് നമുക്കത് ആവശ്യമാകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നവൻ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഉമ്മയ്ക്ക് ലത്തീഫ എന്നാ പറയാ, ഉമ്മാർക്ക്. അതിന് ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. അത് മിനിഞ്ഞാൻ എനിക്കത് 100% സത്യമാണെന്ന് ബോധ്യപ്പെട്ടൊരു സംഭവം. എന്താ അറിയോ? ഞാനതൊരു ഭാവനയിൽ നിർത്ത് പറയലാണ് സാധാരണ. വീട്ടിലൊരു 10, 25, 30 ദിവസമൊക്കെ പ്രായമായ ഒരു കുട്ടി കിടന്നിങ്ങനെ നിലവിളിച്ചാൽ കുട്ടിക്ക് എന്താ സൂക്കേടെന്ന് ആദ്യം മനസ്സിലാവുക ആയിരിക്കാം? ഉമ്മാക്ക് പള്ളിയിലെത്തിച്ചാന്ന് പറയും, അല്ലേ? അതെങ്ങനെ മനസ്സിലായി? നോക്കും. ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി സുഹൃത്തിൻ്റെ. അപ്പം അവിടെ ഒരു 3 മാസം പ്രായമായ ഒരു പെൺകുട്ടിയാണുള്ളത്. അപ്പം ഞാൻ ഇവിടെ വികൃതി കാണിക്കൂലെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അല്ലോ ഓൾ ഇന്നലെ ഞങ്ങളെ കിടന്നുറങ്ങാൻ അയച്ചിട്ടില്ല. അപ്പം എന്താ സംഭവം? ഓക്ക് ചെവി വേദനയായിരുന്നു. ആർക്ക്? 3 വയസ്സുള്ള കുട്ടി, 3 മാസം പ്രായമുള്ള കുട്ടിക്ക് ചെവി വേദനയായിരുന്നു എന്ന് ഉമ്മാക്ക് മനസ്സിലായിട്ട് ആശുപത്രി കൊണ്ടുപോയപ്പോൾ ചെവി വേദന തന്നെയാണ്. അതിൻ്റെ പേരാണെന്ത്? ലൂത്തുഫ്. ലൂത്തുഫ് എന്ന് അതിൻ്റെ പേര്. ആ അനുകമ്പയുമുണ്ട്, മുൻകൂട്ടി അറിയുകയും ചെയ്യാം, അത് പരിഹരിക്കാനുള്ള സന്നദ്ധതയുമുണ്ട്. അല്ലാഹു ലതീഫും ബിഇബാദിഹി, അള്ളാഹു അവൻ്റെ അടിമകളോട് ലത്തീഫാകുന്നു. അങ്ങനെ ഒരു റബ്ബുണ്ടായിരിക്കെ പിന്നെന്തിനാണ്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ല മനുഷ്യരെ, അടിമകളെ, നിങ്ങൾക്ക് ഇത്തരമൊരു റബ്ബുണ്ടായിരിക്കെ ആ അള്ളാഹു പോരെ. അതാണ് ഈ സിഫത്തിന്റെ പ്രത്യേകത. വഇലാഹുകും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. ഇതൊരു പ്രയോഗം നോക്കാണി. സൂറത്തുൽ ബഖറ. വഇലാഹുകും ഇലാഹും വാഹിദുൻ
ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങൾക്കൊരേ ഒരു ഇലാഹേ ഉള്ളൂ, ആ ഇലാഹല്ലാതെ വേറൊരു ഇലാഹില്ല. അവനാവട്ടെ അങ്ങേയറ്റത്തെ കരുണയുടെ കേദാരവും കരുണാവാരിധിയുമാകുന്നു. വഹുവൽ ഗഫൂറുൽ വദൂദ്. അവൻ നിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവനാകുന്നു. അല്ലേ? റഊഫും ബിൽ ഇബാദ്. അങ്ങേയറ്റം വാത്സല്യമുള്ളവനാകുന്നു. അഫുവുൻ ഗഫൂർ. അങ്ങേയറ്റത്തെ ദയാവായ്പുള്ളവനാകുന്നു. പിന്നെ അവിടെ വേറെ ഒരാൾക്ക് കടന്നു വരാനുള്ള ഒരു പഴുതില്ല, ഒരു പഴുതില്ല. വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദത്തി. പിന്നെ ഹുവർ റഹ്മാനുർ റഹീം. അവനല്ലാതെ ഒരു ഇലാഹില്ല. അവൻ ദൃശ്യവും അദൃശ്യവും രഹസ്യവും പരസ്യവും അറിയുന്നവനാകുന്നു. അവൻ റഹ്മാനാകുന്നു. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തിനെ വിശദീകരിച്ചത് എങ്ങനെയെന്നറിയാം? ഞങ്ങൾ അള്ളാഹു അവന്റെ റഹ്മത്തിനെ 100 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഒരു ഭാഗം മാത്രമേ ദുനിയാവിലുള്ളൂ. ആ ഒരു ഭാഗം കൊണ്ടാണ് ദുനിയാവിൽ നടക്കുന്ന മുഴുവൻ നന്മകളും ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാക്കി 99 ഭാഗങ്ങളും സത്യവിശ്വാസികൾക്ക് സ്വർഗലോകത്തേക്ക് അല്ലാഹു മാറ്റിവെച്ചിരിക്കുന്നു. അതിക്ക് കുറേയേറെ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതാണ് മലയാളത്തിലെ ഒരു കവയിത്രി പറഞ്ഞെന്തറിയോ? ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം, ഭക്തിയനുരാഗതയാദിവപുസ്സ പരാത്മചൈതന്യം. ഭക്തി, അനുരാഗം, ദയ, വാത്സല്യം, കൃപ, കടാക്ഷം, ആദരവ്, ബഹുമാനം എല്ലാം ഈ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാകുന്നു. അത് അള്ളാന്റെ സിഫത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തള്ളക്കോഴി പരുന്തിന്റെ പിടിയിൽപ്പെടാതെ മക്കളെ രക്ഷിക്കാൻ ചിറകു വിരിച്ച് അതിനടിയിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്താ പ്രത്യേകത? പരുന്തിന് കിട്ടുകയുമില്ല, കുഞ്ഞുങ്ങൾക്ക് ശ്വാസം കിട്ടാതെയും ഇരിക്കില്ല. അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ ഭാഗമാകുന്നു. ചില സംഗതികൾ ഞാൻ പറയാം. കാട്ടുപശു എന്ന ഒരു ജീവിയുണ്ട്. കാട്ടുപശുവിൻ്റെ നാവിന് വാളിനേക്കാൾ മൂർച്ചയാണ്. കാട്ടുപശു പ്രസവിക്കുമ്പോൾ കുഞ്ഞിൻ്റെ തലയും മുൻകാലുകളും ഭൂമിയിലേക്ക് ആദ്യം ചാടും. ആ കാല് കുത്തിയിട്ട് ആ കുഞ്ഞ് നിൽക്കുന്നത് ഉസൈൻ ബോൾട്ട് ഓടാൻ നിൽക്കുന്നത് പോലെയാണ്. പിൻകാല് നിലത്ത് കുത്തുന്ന സെക്കൻഡിൽ ആ കുഞ്ഞ് അവിടെ നിന്ന് ഓടി മാറിയിട്ടുണ്ടാകും. എന്തിനാണ്? സ്വാഭാവികമായും തള്ളപ്പശു കുഞ്ഞിനെ സ്നേഹിക്കും. എങ്ങനെ സ്നേഹിക്കും? അതിൻ്റെ പിന്നെ ശരീരത്തിലുള്ള നമ്മളതിന് പറയാ മറുപിള്ള, ആ പാട മാറ്റിയെടുക്കാൻ അതിൻ്റെ നാവ് കൊണ്ട് നക്കിയാൽ ഈ കുഞ്ഞിൻ്റെ ശരീരം തന്നെ അതിനൊപ്പം പോകും. അതിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ ഒരു ഓട്ടം സംവിധാനിച്ചത് ആരാണ്? റഹ്മാനായ റബ്ബ്. അല്ലേ? റഹ്മാനായ റബ്ബ്. ഭൂമിയിൽ അങ്ങനെ എത്രമാത്രം ഒരു 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 സംഗതി
ഒരു നേരിയ വായുപ്രവാഹം പോലുമില്ലാത്ത ഒരു കോഴിമുട്ടക്കകത്ത് ഒരു ജീവനെ സുരക്ഷിതമായി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്ഭുതത്തിന്റെ പേരെന്താ? അല്ലാഹു റഹ്മാൻ. അല്ലേ? ചുറ്റിക കൊണ്ട് ഇടിച്ചാൽ പോലും പൊട്ടാത്ത മാങ്ങയണ്ടിക്കുള്ളിൽ വളരെ ലോലമായ അതിൻ്റെ കൂമ്പ് ഒളിപ്പിച്ച് വെച്ച് ഈ മാങ്ങയണ്ടിയെ പിളർത്തി ഈ കൂമ്പിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ പേരെന്താണ്? ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. വിത്തുകളെയും ധാന്യങ്ങളെയും പിളർത്തുന്നവനാകുന്നു അല്ലാഹു. ആ അണ്ടിയെ പിളർത്തിക്കൊണ്ടുവരുന്ന പുറത്തു ചാടിയ ആ ധീരനായ മൊട്ടിനെ നമ്മൾ നമ്മുടെ വിരൽ കൊണ്ട് മെല്ലെ ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോയി. എവിടെയാണ് അല്ലാഹു? എവിടെയാണ് അല്ലാഹനെ കാണേണ്ടത്? അല്ലാഹുവിനെ കാണേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളിലാണ്. അല്ലാഹുവെ അനുഭവിക്കാൻ കഴിയണം, ആ കൃപയെ കണ്ടെത്താൻ കഴിയണം. വേണ്ടേ? ചീറ്റപ്പുലി പ്രസവിക്കാൻ നിൽക്കുന്ന ഒരു സീനുണ്ട്. എങ്ങനെ അറിയോ? അതിങ്ങനെ മുൻകൈ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് അത് നിൽക്കുക പ്രസവിക്കാനേ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ, പുറത്ത് വരുന്ന കുഞ്ഞിനെ തിന്നാൻ തന്തപ്പുലി പുറപ്പുണ്ടാവും, തൊട്ടുണ്ടാകും. ഏറ്റവും വേഗത കൂടിയ ജീവി അതാണ്. അത് ചാടിയാൽ പിന്നീട് ഈ തള്ളപ്പുലിക്ക് കൈ പൊക്കാൻ സമയമുണ്ടാവില്ല. ഇതിങ്ങനെ കൈ പൊക്കിയിട്ടാ നിൽക്കുക അട്ടിക്കാനേ. ആ സ്വന്തം കുഞ്ഞുങ്ങളോട്, ഈ ഒന്നിനോടും ദയയില്ലാത്ത ഈ ക്രൂര ജന്തുവിന് ഈ കാരുണ്യം ഇറക്കിക്കൊടുത്തവന്റെ പേരെന്താ? റഹ്മാൻ. അത് ചുറ്റുപാടുകൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിൽ പറഞ്ഞെന്തറിയോ? വകം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. അല്ലാഹുവിനെ പഠിക്കാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന എത്രയോ തെളിവുകൾ അവരുടെ ചുറ്റുപാടുകളിൽ ഭൂമിയിലും ആകാശത്തുമായി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ അതിൻ്റെ മുകളിലൂടെയാണ് നടന്നു പോകുന്നത്. പക്ഷേ അവർ അതിനെ അവഗണിക്കുകയാണ്. നടുത്തോക്കാണി ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. അവർ ചുറ്റുപാടുകളെ കാണും, പഠിക്കും, മനസ്സിലാക്കും. എന്നിട്ട് അവർ അവസാനം പറയാ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില. ഇതൊന്നും പടച്ചവനെ നീ നേരം പോക്കിന് സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ പരിശുദ്ധൻ തന്നെ. ഫഖിനാ അദാബന്നാർ. ഇത് കണ്ടു പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകുന്ന? അതിൻ്റെ അർത്ഥം നരകത്തിൽ പോകും. കാത്ത് രക്ഷിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന. ഇനി ഞാൻ പറഞ്ഞിടത്തേക്ക് ഒന്നുകൂടി വരും. ഈ റഹ്മത്ത് എന്ന സിഫത്ത് നമുക്ക് റഹ്മാൻ എന്ന ഇസ്മിന്റെ പിൻബലത്തിൽ അനുഭവിക്കാൻ കഴിയുന്നു. വായുവായി, വെള്ളമായി, വെളിച്ചമായി, കാഴ്ച കേൾവിയായി, അങ്ങനെ 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 അനുഭവിക്കാൻ കഴിയും. ഈ അനുഭവങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതാണ് നമ്മുടെ ബാധ്യത. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയും, വആതാകും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഉദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യം, അതിൽ നിന്ന് എൻ്റെ കണക്കു പ്രകാരം
നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഞാൻ തന്നിട്ടുണ്ട്. നമ്മളെ ആഗ്രഹപ്രകാരമല്ല, നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്കറിയാം. ആ കണക്കനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് ഒന്നിലും കുറവ് വരുത്താതെ തന്നിട്ടുണ്ട്. ആ തന്നതൊക്കെ കൂടെ വൈൻ തഴുതൂ നിഅമത്തല്ല, ആ തന്ന നിഅമത്തുകളെ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ ലാ തുഹ്സുഹ, നിങ്ങൾക്ക് സാധിക്കൂല. സത്യമല്ലേ മണി? എന്നിട്ട് പക്ഷെ എന്താ പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. ഈ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ വിനയവും താഴ്മയും ഉള്ളവരാകുന്നതിന് പകരം അവൻ ആ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, അക്രമം പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നു. ഈ നിഅമത്തുകൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കുന്നതിന് പകരം കഫാർ, നന്ദി കെട്ടവനായി മാറുന്നു. നമ്മളെക്കുറിച്ചല്ലേ നോക്കിയാൽ മതി, നമ്മളെക്കുറിച്ചല്ലേ. മൂന്നാമത്തെ കാര്യം, ഇതിന്റെ ഒന്നുകൂടി പറഞ്ഞാൽ അത് അവസാനിക്കും തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. റഹ്മത്ത്, റഹ്മാൻ എന്ന ഈ ഇസ്മും സിഫത്തും റഹിമ എന്ന 3 അക്ഷരങ്ങളിൽ നിന്നുണ്ടായതാണ്. റഹിമ എന്നാൽ കൃപ കാണിച്ചു, കരുണ കാണിച്ചു, അനുഗ്രഹങ്ങൾ നൽകി എന്നാണ് അർത്ഥം. ഈ റഹിമയിൽ നിന്നുണ്ടാകുന്ന ഒരു പദം റഹ്മത്ത്, മറ്റൊരു പദം റഹ്മാൻ, മൂന്നാമത്തെ പദം റഹീം. റഹീം റഹീം എന്നാൽ അതിന് 2 അർത്ഥം. ഒന്ന് ഗർഭപാത്രം, അല്ലേ? മറ്റൊന്ന് കുടുംബ ബന്ധം. അള്ളാഹുവിൻ്റെ കൃപയുടെ പ്രത്യക്ഷമായ അനുഭവമാണെന്ന് നമ്മൾ കിടന്ന ഗർഭപാത്രം. ആ ഗർഭപാത്രത്തിൽ കിടന്ന് ആ ഗർഭപാത്രത്തിന്റെ ചുമരുകളിൽ നമ്മൾ അക്കാലത്ത് ചവിട്ടിയിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, അല്ലേ? അന്നവർ സന്തോഷത്തോടെ അത് അനുഭവിച്ചു നോക്കി, നല്ല ഇടക്കണ്ട് കേട്ടോ, നല്ല മിടുക്കനാണ്, മിടുക്കിയാണ് നമ്മളെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗർഭപാത്രത്തെ പുറത്ത് നിന്ന് അങ്ങോട്ട് ചവിട്ടുന്നവന്റെ മനസ്സെത്രമാനം ചീത്തയാണ് നോക്കാടി. പുറത്ത് വന്നിട്ട് ആ ഗർഭപാത്രത്തെ അങ്ങോട്ട് ചവിട്ടി അതിനെ അപമാനിച്ച് വേദനിപ്പിച്ച് മാനം കെടുത്തി കണ്ണീര് കുടിപ്പിക്കുന്ന ഈ സമുദായം ആരോടാണ് ഇത് കാണിക്കുന്നത്? എവിടെ കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ പലപ്പോഴും ഉത്തരവാദിത്വം നമ്മൾ അവസാനിപ്പിക്കുക? എവിടെ കൊണ്ടുപോയിട്ടാണ് ആ ജന്മത്തെ, ആ ഗർഭപാത്രത്തിന്റെ ഉടമയെ അപമാനിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യുക? തിരിഞ്ഞു പോകുന്നൊരു വഴിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റിളല്ലാഹി ഫീ റിളൽ വാലിദ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? അല്ലാഹ് നിങ്ങളെ ഇഷ്ടമാണ്. വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളോട് ദേഷ്യമാണോ? നിങ്ങൾ അറിയണം, അല്ലാഹ് നിങ്ങളോട് ദേഷ്യമാണ്. അല്ലാഹ് നിങ്ങളോട് ദേഷ്യമാണ്. അതുകൊണ്ടല്ലേ വഖുൽ ലഹുമാ ഖൗലൻ മഅറൂഫാ വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ. മക്കളെ, ഉഫിൻ പറഞ്ഞാൽ സാധാരണ നമ്മൾ ചേന പറയാ, അല്ല. അവർക്ക് വിഷമമുണ്ടാക്കുന്ന നേരിയ ഒരു സൂചന പോലും നിങ്ങളുടെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ, നിങ്ങളുടെ ആംഗ്യങ്ങളിൽ നിന്നോ, ഒരു കണ്ണടിയിൽ നിന്നോ ചുണ്ടുകോട്ടലിൽ നിന്നോ പോലും ഉണ്ടായിക്കൂടാതാണ് എൻ്റെ അർത്ഥം. വലാ തൻഹർഹുമാ, അവരെ പേടിപ്പിക്കല്ലേ എന്നല്ല, വെറുപ്പിക്കല്ലേ എന്നാ. അവരെ വെറുപ്പിക്കല്ലേ. എന്നിട്ടും നിർത്താതെ വക്കുൽ, എന്നാ പിന്നാണ്ട് ഒഴിഞ്ഞു പോയാൽ മതിയല്ലോ എന്നാ വിചാരിക്കുന്നിച്ച് അവിടെ നിൽക്കൂല. വക്കുല്ലഹുമാ ഖൗലൻ മഅറൂഫാ, അവരോട് മാന്യമായി നിങ്ങൾ സംസാരിക്കുകയും വേണം. മാത്രമല്ല വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി, പിന്നെ ബാക്കി എന്താ? മിനർ റഹ്മ, അള്ളാന്റെ റഹ്മത്ത്,
ആ റഹ്മത്ത് കൊണ്ടാണ് നിങ്ങൾ അവിടെ 9 മാസം കിടന്നത്. ആ കിടന്ന സ്ഥലത്തിൻ്റെ പേര് റഹ്മ് എന്നാണ്. അവിടെ നിന്ന് ആ വേദന മുഴുവനും അനുഭവിച്ചത് ആ ഉമ്മയുടെ റഹ്മ് കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ്. പ്രസവിച്ചതും ആ റഹ്മത്ത് കൊണ്ടാണ്. വളർത്തി വലുതാക്കിയതും ആ റഹ്മത്ത് കൊണ്ടാണ്. അതുകൊണ്ട് വഖ്ഫിദ് ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ, ആ റഹ്മത്ത് നിന്റെ മനസ്സിലുണ്ടാവണം. ആ റഹ്മത്ത് നിന്റെ വാക്കിലും പ്രവൃത്തിയിലും ഇടപാടിലും അവരോടുള്ള സമീപനത്തിലും ഉണ്ടാവണം. കഴിഞ്ഞില്ല. വഖുർ റബ്ബിർഹംഹുമാ, അള്ളാന്റെ റഹ്മത്ത് അവർക്ക് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുകയും വേണം. ഇതവിടെയൊക്കെ പറയതാ ആലോചിക്കോളേ. നമ്മൾ സാധാരണ പറയുന്ന സംഗതിയില്ലേ, പരിശുദ്ധ ഖുർആനിനെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ഇങ്ങനെ വലം വെക്കുക. ഇപ്പൊ എവിടെ എത്തി നമ്മൾ? ഇപ്പൊ എവിടെ എത്തി? ഇനി അതിന്റെ അവസാന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർ-റഹിമു മുഅല്ലഖും ബിൽ അർശ്. റഹിമിന്റെ അവസാന അർത്ഥങ്ങളിൽ ഒന്ന് കുടുംബ ബന്ധം എന്നാണ്. കുടുംബ ബന്ധം എന്ന് എങ്ങനത്തൊക്കെ കുടുംബമുണ്ട്? അങ്ങനത്തൊക്കെ കുടുംബമുണ്ട്. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅലഹു നസബൻ വസ്വിഹ്റ വകാന റബ്ബുക ഖദീറാ. സൂറത്തുൽ ഫുർഖാൻ. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ, വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തിയവനാകുന്നു അല്ലാഹു. പിന്നെയോ ഫജഅല ലഹു നസബൻ വസ്വിഹ്റ, അവന് 2 തരം ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുത്തതും അല്ലാഹു തന്നെയാണ്. ഒന്ന് നസബാണ്, രക്തബന്ധം. വസ്വിഹ്റൻ, മറ്റൊന്ന് വിവാഹബന്ധം. അല്ലേ? നമുക്കൊക്കെ അല്ലേ? ഒന്ന് കുടുംബക്കാരും ഒന്ന് ബന്ധുക്കാരെന്ന് പറയില്ല അല്ലേ? അതിന്റെ ബന്ധുക്കാരെന്ന് പറയില്ല. ആരെ? ഭാര്യയുടെ വീട്ടുകാർ. എൻ്റെ വീട്ടുകാർ കുടുംബക്കാരൻ. അതെങ്ങനെ അങ്ങനെയായി? ഒന്ന് നമ്മളുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് ഓളാൻ വഹിക്കുള്ളതല്ലേ, അത് നമ്മൾ കണക്കാക്കേണ്ടതില്ല എന്നുള്ളടത്താ അനുസരിച്ചു. എന്നിട്ട് അത് പറഞ്ഞതറിയോ? വക്കാന റബ്ബുക ഖദീറാ, ഇങ്ങനെ സംവിധാനിക്കാൻ കഴിവുറ്റവനായ അല്ലാഹു ഇത് നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് നോക്കാനും അതിന് ശിക്ഷയെങ്കിൽ ശിക്ഷ, പ്രതിഫലമെങ്കിൽ പ്രതിഫലം അത് നൽകാനും കഴിവുള്ളവനാണ്. കാരണം അർ-റഹിമു മുഅല്ലഖും ബിൽ അർശ്, ഈ കുടുംബ ബന്ധം അല്ലാഹുവിന്റെ അർശിനോട് ചേർത്ത് വെക്കപ്പെട്ടതാണ്. അത് രക്തബന്ധമായാലും വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധമായാലും. 2 തരം ബന്ധങ്ങൾ എന്ന് പറഞ്ഞില്ലേ? അതിന് പണ്ഡിതന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ഒന്ന് നിന്റെ ബന്ധമാണ്, മറ്റൊന്ന് നിന്റെ മാതാപിതാക്കൾ വഴിയുള്ള ബന്ധമാണ്. ആലോചിച്ചിട്ട് ഒന്ന് നിന്റെ ബന്ധമാണ്. അതേതാണ്? നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ ജ്യേഷ്ഠാനിയന്മാര്, നിന്റെ പെങ്ങന്മാര്, അല്ലേ? നിന്റെ ഭാര്യയുടെ വാപ്പിയമ്മയും, ഇതൊക്കെ നിന്റെ ബന്ധങ്ങളാണ്. പാപ്പാന്റെ അപ്പ, പാപ്പാന്റെ അമ്മ, അങ്ങനത്തെ പറയല് അല്ലേ? പാപ്പാന്റെ പെങ്ങളാണ്, പാപ്പാന്റെ പെങ്ങളെ മോനാണ്, പാപ്പാന്റെ ഉമ്മാന്റെ ആങ്ങളയാണ്, ഉമ്മാന്റെ അമ്മയാണ്, ഉമ്മാന്റെ അപ്പാണ്, ഉമ്മാന്റെ, അത് വേറെയാണ്. നമുക്ക് നേരിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എന്ത് ചെയ്തു എന്ന് ചോദിക്കൂലേ? വത്തഖുല്ലാഹല്ലദീ തസ്സാഅലൂന ബിഹി വല്ലർഹാം, നിങ്ങൾ ഏതൊരു റബ്ബിനെ കുറിച്ചാണോ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സൂക്ഷിച്ച് ജീവിക്കണം. പിന്നെ ആരാണ്? വല്ലർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ,
റബ്ബ് നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. സൂറത്തേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയില്ലല്ലോ. എത്തിയണോ? ഇല്ല, എത്തിയിട്ടില്ല. ഇനി മദ്രസയിലൊരു പള്ളി ദർസിലൊക്കെ പഠിച്ച അർത്ഥം എന്തറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം എന്താ? വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കൃപ ചെയ്യുന്നവനും വഴിപ്പെട്ടവർക്ക് പരലോകത്ത് പ്രത്യേകം കൃപ ചെയ്യുന്നവനും എന്നാണ്. എന്തെങ്കിലും മനസ്സിലായി? അങ്ങനെ പഠിച്ചത്? ഞാൻ പഠിച്ചത് റഹ്മാൻ എന്നാൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കൃപ. മഴ പെയ്യുന്നിടത്ത് എന്ത് വ്യത്യാസമില്ല? മനുഷ്യരിൽ മതവ്യത്യാസമില്ല. തണുപ്പിൽ ചൂടിലുണ്ടോ? ഇല്ല. ഭൂമിയിലെ ഏതെങ്കിലും നിയമത്തിൽ വിശ്വാസിക്കും അല്ലാത്തവർക്കും വ്യത്യാസമുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരുപോലെയാണ്. അതിൽ അള്ളാഹ്ക്ക് മോനുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഒന്നിലധികം അന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അള്ളാഹ് കുറെ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അള്ളാഹനല്ലാതെ ഇബാദത്തെടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അല്ലേ? വേറെ ടീമില്ല. അള്ളാഹിൻ്റെ അടുത്തേക്ക് വേറെ ഒരുപാട് അള്ളാഹിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വേറെ കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അതാണ് റഹ്മാൻ എന്ന ഇസ്മിൻ്റെ, റഹ്മത്തിലെ പ്രത്യേകത. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റഹ്മത്ത് എന്ന ഈ വിശേഷണത്തിൻ്റെ ഗുണമായി അവൻ അനുഭവിക്കുന്നതെല്ലാം നേരത്തെ സൂചിപ്പിച്ച ഈ 99 അംശവും നിറച്ചു വെച്ച പരലോകത്തെ അള്ളാഹുവിൻ്റെ റഹീം എന്ന നാമഗുണത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ല? ഒരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർണവും പട്ടും ഇങ്ങനെ രണ്ട് കയ്യിലെടുത്തിട്ട് ഇന്നഹാദാനി ഹറാമുൻ അലാ ദുക്കൂരി ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് ഇത് രണ്ടും ഹറാമാണെന്ന്. ഏത്? സ്വർണവും പട്ടും. എന്നിട്ട് മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞ് ഇതാരെങ്കിലും ഇവിടെ ഉപയോഗിച്ചാൽ അവർക്കത് പരലോകത്ത് കിട്ടൂല, അവർക്കത് പരലോകത്ത് കിട്ടൂല എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ശിക്ഷാർഹമായ കുറ്റമാകുന്നു. ഇവിടെ നിന്ന് ഒഴിവാക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരുപാട് ഹിക്മത്തുകൾ അതിലുണ്ടാകും, നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും. പക്ഷെ ഇവിടെ ആ ഹിക്മത്തിൻ്റെ എന്താണെന്ന് അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞു എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിവാക്കുന്നവർക്കുള്ളതാകുന്നു അവിടെ. 2, മദ്യപിക്കരുത് എന്ന് പറഞ്ഞു. കാരണങ്ങൾ ചോദിച്ചപ്പോൾ ഖുർആൻ അതിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ശത്രുത ഉണ്ടാക്കും, വൈരാഗ്യം ഉണ്ടാക്കും, പടച്ചോനെ മറക്കും, നമസ്കരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ആഡ് ചെയ്ത് പറഞ്ഞ എന്താ അറിയോ? അത് ഇവിടെ കുടിക്കണമെന്ന് അവിടെ കിട്ടൂല. സൂറത്തുൽ ഹാക്ക പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന ആളുകളോട് പറഞ്ഞെന്താ അറിയോ? എന്താണ്? ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയാണ്. കഴിഞ്ഞ കാലത്ത് നിങ്ങളിതൊക്കെ ഉപേക്ഷിച്ച് പിടിച്ചു നിന്നല്ലോ, അതിനുള്ള പ്രതിഫലമാണ്. കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലി. അപ്പോ ഇവിടെ നമുക്ക് ജീവിക്കാനും പരലോകമോക്ഷം നേടുവാനും ആവശ്യമായ സർവ്വതും കൃത്യമായ അളവിൽ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് തന്നവന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കവിടെ അല്ലേ, ലഇൻ ശക്കർതും ലഅസീദന്നകും, നാം നൽകിയത് കൊണ്ട് നമുക്ക് നന്ദി കാണിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, തയ്യാറായാൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ച് തരും. വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദി കെട്ടവരാവാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ
ഇന്ന അദാബി ലശദീദ് എന്നാണ്. അല്ലാഹുവേ എൻ്റെ ശിക്ഷ, അല്ല പറയാ, എൻ്റെ ശിക്ഷ അതികഠിനമാകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. റഹ്മാൻ എന്നാണ് സൂറത്ത് ഇസ്രാഇന്റെ അവസാനത്തെ ആയത്ത് പറയുന്നത്. റഹ്മാൻ, നിങ്ങൾ അല്ലാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവേ റഹ്മാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ്, ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള നാമങ്ങളാണ്. അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങൾ ഉപയോഗപ്പെടുത്തി വേണം പ്രാർത്ഥിക്കാൻ. അല്ലാഹു പ്രത്യേകം ആവശ്യപ്പെട്ടത് അല്ലാഹു എന്നോ റഹ്മാൻ എന്നോ വിളിച്ച് പ്രാർത്ഥിക്കാനാണ്. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ ഏത് പേര് വിളിച്ചാലും വേണ്ടില്ല, അസ്മാഉൽ ഹുസ്നയൊക്കെ അല്ലാഹ്ക്കുള്ള പേര് തന്നെയാണ് എന്നും പറഞ്ഞു. പക്ഷെ അള്ളാഹ് പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചത് റഹ്മാനായ റബ്ബേ എന്ന് വിളിക്കാനാണ്. അല്ലാഹുവേ റഹ്മാനായ നാഥ എന്ന് വിളിക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തമ്പുരാനെ കണ്ടല്ലോ, മലയാളത്തിൽ നമ്മൾ മറ്റൊന്നും ഉദ്ദേശിക്കാതെയാണ് അത് വിളിക്കണതെങ്കിലും അള്ളാഹ്ക്ക് തമ്പുരാൻ്റെ ഒരു പേരില്ലല്ലോ. ഉണ്ടോ? നമ്മുടെ മനസ്സിൽ നല്ല ഉദ്ദേശമാണ്, അറിയാതെ ഈമാൻ കൊണ്ട് തഖ്വ കൊണ്ട് വരുന്നത് തന്നെയാണെങ്കിലും അള്ളാഹ് വിളിക്കാൻ ആവശ്യപ്പെട്ട 99 പേരുകൾ നമ്മളെത്തില്ലേ? അതിൽ കുറേയൊക്കെ നമുക്കറിയില്ലേ? അതൊന്നാണ് വിളിച്ച് ശീലിച്ചാൽ എന്താ? റഹ്മാനായ റബ്ബേ, കരീമായ ഗഫൂറായ റബ്ബേ, റഹീമായ റബ്ബേ, സമീആയ ബസീറായ ലത്തീഫായ റബ്ബേ, വദൂദായ റബ്ബേ, അവ്വലായ ആഖിറായ റബ്ബേ, മലിക്കായ ഖുദ്ദൂസായ റബ്ബേ, സലാമായ മുഅ്മിനായ മുഹൈമിനായ അസീസായ ജബ്ബാറായ റബ്ബേ എന്നൊക്കെ ഒന്ന് വിളിച്ചാൽ എന്താണ്? അങ്ങനെ ഒരു ശീലം കൂടെ നമ്മളൊന്ന് മനഃപൂർവ്വം വളർത്തിക്കൊണ്ടുവരണം. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും പറയുന്ന പഠിച്ചവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗം നൽകണേ തമ്പുരാനെ എന്നാണ് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ സ്വർഗം നൽകണേ നാഥ എന്നാ പറയുക. അത് പറയണത് കുഴപ്പമുണ്ടത്, ഹറാമാണ്, ശിർക്കാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത്യുത്തമമായ നാമങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കെ ഖുൽ അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ബനൂ ഇസ്രായേലികളെ തേഹ് മരുഭൂമിയിൽ മന്നയും സെൽവയും ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അള്ളാഹ് നേരിട്ട് ഇറക്കി കൊടുത്ത തേൻകട്ടിയും കാടപ്പക്ഷിയും തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കുറെ കാലത്ത് കഴിഞ്ഞപ്പോ, ഇത് കുറേ ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു തോന്നല്, മടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, വൈദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തഅാമിൻ വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജു ലനാ മിമ്മാ തുംബിതുൽ അർളു മിൻ ബഖലിഹാ വഖിത്താഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. മൂസ ഇത് തിന്ന് മടുത്തു, ഇനി ഞങ്ങൾക്ക് വല്ല പയറ്, വത്തക്ക, കുമ്പളങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരട്ടെ, കടല അത് ഇതും ഒക്കെ വരട്ടെ, ഇനി അതാ വേണ്ടത്. മൂസാ നബിയുടെ മറുപടിയാണ് ഞാൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങളോടല്ല നമ്മളോട് പറഞ്ഞത്. മൂസാ നബി കൊടുത്ത മറുപടി കുല്ല തസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. കിട്ടാവുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനു പകരം നിങ്ങൾ അത്രയും നല്ലതല്ലാത്ത സാധനങ്ങളാണോ ആവശ്യപ്പെടുന്നത് എന്ന്. അത്ര എനിക്കിതിലും പറയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 99 നാമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക. അത് 99 100 150 ഒന്നും അല്ല, അത് 400 ഉണ്ട് 4000 ഉണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക, അതവർ ക്രോഡീകരിച്ച് വെക്കുക. പിന്നെയും അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഈ റഹ്മാൻ, നമ്മൾ തമ്പുരാനാണ്, നാഥനാണ്, പഠിച്ചോനാണെന്ന് പറയാം. പിന്നെ ഞാൻ പറയാം അത് ശിർക്കാന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ ആ വിളി ശിർക്കാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ആയത്തോരി ഇന്നല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അല്ലാഹ്ക്കില്ലാത്ത പേരുകൾ അല്ലാഹുവിന്റെ പേരിൽ ആരോപിക്കുന്നവർക്ക് നരകമാണെന്ന ആയത്ത് ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്ന പ്രശസ്തരായ ലോക പണ്ഡിതന്മാരുണ്ട്.
പക്ഷെ നമ്മളത് ഉദ്ദേശിച്ചിട്ടല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ശിർക്കാണ് ഏതാനും പറയാൻ ഉദ്ദേശമില്ല. ആണെങ്കിൽ അള്ളാഹു എനിക്ക് മാപ്പ് തരട്ടെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അസ്മാഉൽ ഹുസ്നയിലേക്ക് മടങ്ങിപ്പോകാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞൊരു സംഗതി ഉള്ളത്. അതെന്താ അറിയുന്നത്? നമുക്ക് നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും ഉന്നതമായ നിഅമത്ത് ഏതാ? റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ആയുസ്, ജീവൻ, ആരോഗ്യം, സമ്പത്ത്, കാഴ്ച, കേൾവി മുതലായ അറിവിൻ്റെ ഉപഗുണങ്ങൾ, ബുദ്ധിശക്തി, സൗന്ദര്യം, ആരോഗ്യം, അതങ്ങനെ വേറൊരു വക. സമ്പത്തിൻ്റെ പിന്നെ അറിവ്, ജോലി, കാര്യങ്ങൾ അതങ്ങനെ വേറെ ഒരു വക. സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ, പദവികൾ എന്നത് വേറെ ഒരു വക. നമുക്ക് ചുറ്റുപാടുകളിൽ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ഉൾക്കൊള്ളുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ വേറെ ഒരു വക. ഇതൊന്നുമല്ലാത്ത ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്താണ് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രയോഗം നോക്കാണി. അല്ലാഹു റഹ്മാനാകുന്നു, അതുകൊണ്ടാണ് അവൻ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നത്. അതിനോളം വലിയ നിഅമത്ത് മുസൽമാനെ സംബന്ധിച്ചില്ല. മുഫസ്സിറുകൾ പറയും, വെള്ളമില്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കുറച്ച് ദിവസം കഴിയും, പക്ഷെ പിന്നീട് മരിക്കും. വായുവില്ലെങ്കിൽ നമുക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, മരിക്കും. ഭക്ഷണമില്ലെങ്കിലും എന്ത് നിഅമത്ത് നമുക്ക് ഇവിടെ ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ അവസാന ഭാഗത്ത് മരിക്കും. പക്ഷേ ഈമാനില്ലെങ്കിൽ, തൗഹീദില്ലെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഇല്ലെങ്കിൽ നമുക്കിവിടെ ഒരുപാട് കാലം ജീവിക്കാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ അതിനപ്പുറം പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, അത്യാപത്തുകളുടെ, ദുരന്തങ്ങളുടെ കാലം അവന് അനന്തകാലത്തോളം നിലനിൽക്കുകയാണ് ചെയ്യുക. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് വിശുദ്ധ ഖുർആൻ. സംശയം തന്നെ? വിശുദ്ധ ഖുർആൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നബിയായി നൽകിയത്, അതാണ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. മുഅ്മിനീങ്ങൾ അറിയാൻ, മനസ്സിൽ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി, അറിയേണ്ടതല്ല, ബോധതലത്തിൽ ബോധ്യമായി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സംഗതി. ആ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായി മാറാൻ സാധിച്ചു എന്നത് നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഏതു വഴി നടക്കണം എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ, എന്തെല്ലാമാണ് ഹക്ക്, ബാത്തില്, ഹറാമ്, ഹലാല് എന്ന് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം, അത് നമ്മുടേതാണെന്നാ നമ്മൾ പറയാ, അല്ലേ? ഞങ്ങൾ അതിൻ്റെ ആൾക്കാരെന്താ പറയാ? ആര്? കണ്ണു കുടിക്കാൻ പോണ ആൾക്കാരും, പെണ്ണു കുടിക്കാൻ പോണ ആൾക്കാരും, മനുഷ്യക്കച്ചവടക്കാരും ഉൾപ്പെടെ സകല വൃത്തികേടുകളുടെ ആൾക്കാരും പറയണ എൻ്റെ പേര് അഹമ്മദാണ്, എൻ്റെ പേര് മഹമ്മദാണ്, എൻ്റെ പേര് ഹംസത്ത് എന്നോരാണ്, അല്ലേ? ഞാൻ ഖുർആന്റെ അനുയായിയാണെന്ന്. അല്ലാഹുവിൽ ശരണം, മഅാദല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണ്ടേ? ഖുർആനോളം മഹത്തായ ഒരു നിഅമത്ത് കിട്ടിയിട്ടില്ല. ഖാലിഖൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. രണ്ട് തരം ഹിദായത്താണ് ഖുർആൻ നൽകുക. ഒന്ന്, മനുഷ്യകുലത്തിന് ആകമാനം തൗഹീദിലേക്കുള്ള, കലിമത്ത് തൗഹീദിലേക്കുള്ള വഴി വെട്ടിത്തെളിച്ചു തരും വിശുദ്ധ ഖുർആൻ. മറ്റൊന്ന്, തഖ്വയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസൽമാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങളുടെ ഒരു മഹത്തായ ഭണ്ഡാകാരമാണ് വിശുദ്ധ ഖുർആൻ. ഹുദൽ ലിന്നാസുമാണ്,
ഹുദല്ലിൽ മുത്തഖീനുമാണ്. എല്ലാ തരത്തിലുള്ള ശിർക്കുമുണ്ടായിരുന്ന ഒരാള് ഒന്ന് കുളിച്ച് രണ്ടാളുകൾ കേൾക്കെ, മുസ്ലിമീങ്ങൾ കേൾക്കെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ എന്തായി? ആ മുസ്ലിമായി, ഹുദല്ലിന്നാസായി ആയില്ലേ? ആയി. പിന്നെ ഓൻ അവിടുന്ന് ആണ്ട് പോകണമെങ്കിലോ അവൻ്റെ വിശ്വാസ മേഖല, കർമ്മ മേഖല, ആചാര മേഖല, അനുഷ്ഠാന മേഖല, സ്വഭാവ മേഖല, സപരിമാന മാർഗം, അവൻ്റെ ഇടപാടുകൾ, ഇടപെടലുകൾ, അവൻ്റെ ജോലി, പൊതുമണ്ഡലം, വ്യക്തി കുടുംബം, അങ്ങനെയുള്ള അവൻ്റെ മൊത്തം ജീവിത മണ്ഡലങ്ങളെയും സമൂലമായി മാറ്റത്തിന് വിധേയനാക്കാനുള്ളതാണ് ഹുദല്ലിൽ മുത്തഖീൻ. ഇനി ഒന്നുകൂടി വായിച്ചു നോക്കണി. യാ അയ്യുഹന്നാസ ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി ഫല്യഫ്റഹു വബിദാലിക ഖൈറുൻ. അല്ലേ? ഈ ജനങ്ങളെ, സതുപദേശമിത, മാനസിക വിഷമങ്ങൾക്കുള്ള പ്രത്യൗഷധമിത, അള്ളാഹുവിൻ്റെ റഹ്മത്തിത, വിശ്വാസികളെ നിങ്ങൾക്കുള്ള വഴികാട്ടിയിത, നിങ്ങൾക്കുള്ള വെളിച്ചമിത, നൂറുൻ വ കിതാബും മുബീൻ. നമുക്കൂടെ അത് നിർത്തിക്കൂടെ തൽക്കാലം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. അതുകൊണ്ട് കൂനൂ അഹ്ലുൽ ഖുർആൻ, കൂനൂ അഹ്ലുൽ ഇസ്ലാം. അതുകൊണ്ടാണ് വക്കൂനു ഇബാദല്ലാഹ് ഇഖ്വാന എന്ന് പറയും. അള്ളാന്റെ അടിമകളാണെന്നുള്ള ഓർമ്മ വേണം. അള്ളാന്റെ അടിമകളെല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ഓർമ്മയും വേണം. അല്ലേ? അപ്പൊ വിശുദ്ധ ഖുർആനാകുന്ന മഹാത്ഭുതത്തെ ഒരു വിലയുമില്ലാതെ അഗണ്യകോടി എന്നൊക്കെയാണ് മലയാളം പറയാം, അഗണ്യകോടിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു സമുദായമായി, ആ സമുദായത്തിൽപ്പെട്ട ആളുകളായി മാറാതെ വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർക്കാൻ, ആഴത്തിൽ അപഗ്രഥിക്കാൻ, നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗം മുസ്ലിമീങ്ങൾക്കെതിരെ സ്റ്റേറ്റ്മെന്റ് നൽകും എന്ന് ഖിയാമത്ത് നാളിൽ. ആ സ്റ്റേറ്റ്മെന്റ് മലയാളീകരിച്ച് എന്താ കിട്ടുക? അന്ന് അള്ളാന്റെ റസൂല് പറയും അള്ളഹാനോട്, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി ഇന്ന ഹാദൽ ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എൻ്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർ സത്യവാങ്മൂലം എന്നല്ലേ വ്യവഹാര ഭാഷ, കോടതി ഭാഷ, എതിർ സത്യവാങ്മൂലം നൽകും. അവരിൽ പെടാതെ അബ്ശിറൂ ഉമ്മത്തൽ ഖുർആൻ, ഖുർആന്റെ ആളുകളെ സന്തോഷിക്കുവിൻ. കാരണം ഖുർആന്റെ ആളുകൾ അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസത്തുഹുന, ഖുർആന്റെ ആളുകൾ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അള്ളാഹിന്റെ സ്വന്തക്കാരാണ്. ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അവർ അള്ളാഹിന്റെ പാർട്ടിക്കാരാണ്. അറിയണം, നിങ്ങൾ അള്ളാഹിന്റെ പാർട്ടിക്കാരാ ജയിക്കുക. സിബഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബഗ വനഹ്നു ലഹു ആബിദൂൻ. അതാണ് അള്ളാന്റെ കളറ്, അള്ളാന്റെ പാർട്ടിയുടെ കളറ്. അതിനേക്കാൾ നല്ല ഒരു വർണ്ണം കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല. ആ വർണ്ണത്തിലാണ് ഞങ്ങളുള്ളത്. വനഹ്നു ലഹു ആബിദൂൻ. ഞങ്ങളൊരു ഇബാദത്ത് എടുത്തുകൊണ്ടേയിരിക്കും. തൊട്ടടുത്ത ആയത്തെന്തറിയോ? വനഹ്നു ലഹു മുഖ്ലിസൂൻ. ആ ഇബാദത്ത് ഇഖ്ലാസോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ
അള്ളാഹ്ക്ക് ഇഖ്ലാസോടുകൂടി ഇബാദത്തെടുക്കുന്ന, വിശുദ്ധ ഖുർആനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, പഠിക്കുന്ന, നെഞ്ചോട് ചേർക്കുന്ന, ഖുർആന്റെ അഖിലുകാരായി ജീവിക്കാനും മരിക്കാനും സാധിക്കുന്ന, ഖുർആന്റെ അഖിലുകാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം സമ്മേളിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും മറ്റെല്ലാ മുഅ്മിനീകളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ്.